ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 4 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിലോട്ട് ഒരല്പം മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരല്പം മിൽക്ക് കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ബാക്കിയുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള മിൽക്ക് ചേർത്തിട്ട് പിന്നെ നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ചേർക്കുക. അതിൻ്റെ അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും, അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നല്ല ക്ഷമയോട് കൂടി പതുക്കെ പതുക്കെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കുറുകി കിട്ടും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷവും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ആ ഒരു പാനിൻ്റെ ചൂട് കാരണം ഇത് പിന്നെയും അടിയിൽ പിടിക്കും. പിന്നെ നമ്മൾ പുഡിങ്ങിൻ്റെ നമ്മൾ ഏത് ബൗളിലാണോ അത് ഒഴിച്ച് വെക്കുന്നത്, പുഡിങ്ങിൻ്റെ മോൾഡൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ 2 ബൗളിലായിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ചൂടോടെ തന്നെ ഈ ഒരു ബൗളിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. തണുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ സെറ്റായി പോകും. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഗാർണിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് ഒരു കാണാനൊരു ഭംഗിയാണ് അത്രമാത്രം. ഞാനിപ്പോൾ കുറച്ച് പിസ്ത എടുത്തൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നത് വരെ റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2 മണിക്കൂർ നേരം തണുപ്പിച്ചെടുത്തിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. പിന്നെ ഇത് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് എടുക്കുകയാണ്. ഇത് അങ്ങനെ തന്നെ അങ്ങ് സ്പൂണിട്ട് കഴിച്ചാൽ മതി. പക്ഷേ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇതാക്കിയെടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി പുഡിങ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.